നമ്മൾ ചീത്ത പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ഇയാൾ സംഖ്യയാണ്, ഇയാൾ ചാണകമാണ് എന്നൊക്കെ പറയുമ്പോൾ എനിക്കത് അങ്ങനെ ഞാനതൊന്നും വായിക്കാറില്ല. മനസ്സിലായില്ല. അങ്ങനത്തേത് നമ്മൾക്കത് അത് എനിക്ക് താല്പര്യം, നമ്മുടെ ടൈം വേസ്റ്റ് ആക്കുന്ന കാര്യങ്ങൾ. അത് ഞാൻ ഒരിക്കലും എൻ്റെ സോഷ്യൽ മീഡിയയിൽ പോകാറില്ല. ഈ സോഷ്യൽ മീഡിയയിലെ പൊതുവായിട്ട് ഈ ദേവ്ജി എന്നൊക്കെയാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. അതിനെക്കുറിച്ചുള്ള പ്രതികരണമാണ്. ഞാനിതൊന്നും നോക്കാറില്ല. എനിക്ക് താല്പര്യം ഇതൊന്നും നോക്കാനായിട്ട്. ഞാനിത് നോക്കാറില്ല. നമുക്ക് അത്ഭുതീകരിക്കാൻ പറ്റുള്ളൂ. പരസ്യം ചില ആൾക്കാർ എന്നോട് പറയും ഇങ്ങനെ വരുന്നുണ്ട് പറയും. അപ്പോൾ ഞാനത് അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട് ചില കാര്യങ്ങൾ. ഞാനിങ്ങനെ സജീവമായ രാഷ്ട്രീയത്തിൽ വന്നിട്ട് ഞാൻ ഒരുപാട് ഒരു സ്പീച്ച് എൻ്റെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇപ്പോൾ നേരത്തെ തന്നെ കണ്ടില്ലേ ആ രൂപത്തിലേക്ക് വന്നു. ഞാൻ ചില കാലത്ത് ആ രൂപത്തിലേക്ക് വരും. ഞാൻ വേറൊരു രൂപവും. ആ സമയത്ത് അവരെടുത്തൊരു ഫോട്ടോ എടുത്തിട്ട് അത് അപ്പോൾ ആ വീഡിയോയിൽ ഇങ്ങനെ കാണിച്ചിട്ടില്ല. എന്നെ ഇങ്ങനെ ഭീകരമായിട്ട് അങ്ങനെ ചെയ്യുന്ന പറഞ്ഞു കട്ടപ്പോൾ ഇമ്മീഡിയറ്റ് കട്ട് മോഹൻലാൽ. വട്ടാണല്ലേ. അതിനെ ശരിക്ക് അപ്രീഷിയേറ്റ് ചെയ്തു. കറക്റ്റല്ല ഞാൻ പറഞ്ഞത്. കാരണം അപ്പം ഞാൻ ആലോചിച്ച ശരി, ഞാൻ എന്ത് ഭയങ്കരമായിട്ട് ഞാൻ വർത്തമാനം പറയുമ്പോഴേ ലാല് പറയാണ് വട്ടാണല്ലേ. അത് ബെസ്റ്റല്ല. അങ്ങനെയൊക്കെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യും. അത് അവൻ്റെ കലയാണ്. ഇറ്റ്സ് ആർട്ട് എന്ന് വെച്ചാൽ അവൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണത്. അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. അത് അവൻ്റെ കഴിവാണ്. സിനിമയിൽ എത്തി ഇതാണ് എൻ്റെ കരിയർ എന്ന് തീരുമാനിച്ച് ഇവിടെ തന്നെ നിൽക്കാം എന്നൊരു തീരുമാനം എടുത്തത് എപ്പോഴാണ്? അത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു മെയിനായിട്ടുള്ള കാര്യം, ഞാനത് സിനിമയിൽ അപ്പം എൻ്റെ അന്നത്തെ ധാരണയും എനിക്ക് അഭിനയിക്കാൻ അറിയില്ല എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അഭിനയിക്കാൻ എനിക്ക് അറിയില്ല എന്നുള്ളതായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ അപ്പോൾ ഈ ഒരു ആദ്യത്തെ ഈ തമിഴ് പടത്തിൽ അഭിനയിച്ചു എന്നല്ലാതെ പിന്നെ അതിനകത്ത് കണ്ടിന്യൂ ചെയ്യാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ നോക്കണമെന്ന് വെച്ചാൽ അങ്ങനെ ഒരിക്കലും സ്പെൻസർ എന്നൊരു കമ്പനിയുണ്ട്, ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ്. അവിടേക്ക് മൗണ്ട് റോഡിൽ അവിടെ ഞാൻ എന്തോ വാങ്ങാനായിട്ട് ചെന്ന സമയത്ത് ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ പിന്നാലെ ഒരു ജുബ്ബി കിട്ടി താടി വെച്ച ഒരാളെ എന്നെങ്ങനെ ഫോളോ ചെയ്യാണ്. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ അങ്ങോട്ട് വരും. അപ്പം അന്ന് ഇതേപോലൊരു താടി ഉണ്ടായിരുന്നു. ഇത് നരച്ചിട്ടില്ല കേട്ടോ, നല്ലതാടി. ഇതും നല്ലതല്ലായിരുന്നു, സ്റ്റൈലായിട്ടുണ്ട് പറയാണ്. താടിയും ഞാനൊരു ജുബ്ബ കിട്ടുന്ന നടക്കുകയാണ്. കുറേ ഇപ്പോൾ എനിക്ക് തോന്നി ഇയാൾ എന്നെ ഫോളോ ചെയ്യാൻ എന്തിനാണെന്ന്. പെട്ടെന്ന് ഞാൻ തിരിച്ചു വന്നു. ഞാൻ പറഞ്ഞു, വാട്ട് ഹാപ്പൻ ടു യു, വൈ ഡു ഫോളോ മീ? മലയാളിയാണല്ലേ? ഞാൻ പറഞ്ഞു, എങ്ങനെ മനസ്സിലായി? നിങ്ങളുടെ ആക്സെൻറ്റ് കണ്ടപ്പോൾ മനസ്സിലായത്. ഞാൻ പറഞ്ഞു, ഞാൻ മലയാളി തന്നെയാണ് എന്ന് മനസ്സിലായി. എന്താ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യാൻ കാരണം? അതല്ല, ഞാൻ നമ്മുടെ ജോൺ ആബ്രഹാമിൻ്റെ അസോസിയേറ്റാണ്. ഞാനൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു സിനിമ പ്ലാൻ ചെയ്യുന്ന സ്ക്രിപ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് എൻ ആർട്ട് ഫിലിമാണ്, കമേഴ്ഷ്യൽ ഫിലിമല്ല, ആർട്ട് ഫിലിമാണ്. അതിൽ എൻ്റെ ആ ക്യാരക്ടർ നിങ്ങൾ കണ്ടപ്പോൾ എനിക്ക് തോന്നി നിങ്ങൾ കറക്റ്റാണ്. ആ താടിയും ജുബ്ബയൊക്കെ വെച്ചിട്ടുള്ള സംഗതിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അഭിനയിക്കണം എന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു, സോറി, എനിക്കതിന് താല്പര്യമില്ല, എനിക്കതിന് യാതൊരു താല്പര്യമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ വിട്ടു. അപ്പോൾ അദ്ദേഹം എൻ്റെ ഇതൊക്കെ ഫോൺ നമ്പറും പിന്നെ അഡ്രസ്സൊക്കെ വാങ്ങി പിന്നെ അദ്ദേഹം എൻ്റെ വീട്ടിലേക്ക് വന്നു. അങ്ങനെ അദ്ദേഹം ഒരു സിനിമ അപ്പോഴും നമ്മുടെ ഈ ആശാന്മാർ എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. നേരത്തെ പറഞ്ഞ ആശാന്മാരുടെ കൂടെ ഉണ്ട്. അപ്പോൾ അവർ പറയും, എടാ സാധാരണ സിനിമയിൽ അഭിനയിക്കാൻ എത്ര ആൾക്കാരിങ്ങനെ ക്യൂ നിൽക്കുന്ന സമയത്ത് ഇതിപ്പോൾ നിൻ്റെ വാതിൽ വന്ന് മുട്ടിയിരിക്കുന്നു, നീ എന്താ വേണ്ടെന്ന് പറയുന്നത്? എനിക്ക് അഭിനയിക്കാൻ അറിയില്ലടാ, എങ്ങനെ ഞാൻ പോയി അഭിനയിക്കാം? അത് ശരിയാണ്, നിങ്ങൾക്ക് അഭിനയിക്കാൻ അറിയില്ലല്ലോ, അത് ശരിയാണ്. പക്ഷേ എന്തിപ്പോൾ ചെയ്യുമ്പോൾ നീ ഒരു കാര്യം ചെയ്യാം, എന്തെങ്കിലും ആവട്ടെ, അഭിനയിക്കാൻ ടേക്ക് എ ചാൻസ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് എൻ്റെ ഫസ്റ്റ് മലയാളത്തിൽ അത് നമ്മുടെ ആ സിനിമ അത് പാതിയിൽ നിന്നുപോയി. ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം അത് പറഞ്ഞാൽ അദ്ദേഹത്തിന് ദോഷമാവും. അദ്ദേഹത്തിന് അത് തീർക്കാൻ പറ്റിയില്ല ആ സിനിമ. അത് നമ്മുടെ ആലുവയിൽ ഒരു ഇഷ്ടികക്കളത്തിൻ്റെ ഒക്കെ ഒരു കഥയാണ്. ഒരു തൊഴിലില്ലാത്ത ഒരു റിബലായിട്ട് മാറുകയാണ് ആ ക്യാരക്ടർ. ഈ തൊഴിലില്ലായ്മ, ഈ ബീഡി മരിച്ചിട്ട് ജോലി കിട്ടാണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവില്ല, അങ്ങനെയുള്ളൊരു ക്യാരക്ടറാണ്. പക്ഷെ അത് പാതിയിൽ നിൽക്കേണ്ട വന്നു. അത് വന്നില്ല, പുറത്ത് വന്നില്ല ആ പടം, അതങ്ങനെ പോയി.
അങ്ങനെ അതിൻ്റെ റഷസ് കണ്ടിട്ടാണ് നമ്മുടെ ഈ രാജസേനനും മറ്റേ തുളസിദാസും കൂടിയിട്ട് ഒരു പടം ചെയ്യാൻ പോകണം. രാജസേനൻ ഡയറക്ഷൻ, തുളസിദാസ് സ്ക്രിപ്റ്റ് എഴുതുന്ന. അവരെൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ അവരെൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ കാണാറുണ്ട്, ഇതിൻ്റെ ഈ വെള്ളത്തിൻ്റെ ഡബ്ബിങ് സമയത്തൊക്കെ ഞാൻ തിയേറ്ററിലൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളെ. അന്ന് എനിക്ക് താടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇതിൻ്റെ റഷസ് കണ്ടിരുന്നു, നിങ്ങളിപ്പോൾ അഭിനയിച്ച് കഴിഞ്ഞ രസം. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു പടം നിൽക്കുന്നത് അതിനൊരു ഗായകൻ്റെ റോളാണ്, യേശുദാസിൻ്റെ പോലെയുള്ളൊരു ക്യാരക്ടറാണ്, അതിലൊരു അഭിനയിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ആദ്യത്തെ ഫെയിലിയർ ആയല്ലോ. എന്നിപ്പോൾ എൻ്റെ ഉള്ളിൽ ചെറിയൊരു വാശി, അങ്ങനെ അങ്ങോട്ട് തോറ്റ് പോകാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു ശരി ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ എൻ്റെ സെക്കൻഡ് ഫിലിമാണ് രാജസേനൻ്റെ ആഗ്രഹം എന്നൊരു സിനിമ. അതിൽ മേനകയായിരുന്നു ഞാൻ നായകനായിട്ട് അഭിനയിച്ച പടം. മേനകയാണ് അതിൻ്റെ നായികയായിട്ട്. അതായത് പാട്ടൊക്കെ പാടി നടക്കുന്ന ഒരാളാണ്. ആ സിനിമ കഴിഞ്ഞിട്ട് പിന്നെ അത് കണ്ടിട്ടാണ് പിന്നെ അമ്പിളി എന്നൊരു ഡയറക്ഷൻ ഉണ്ടായിരുന്നു. അഷ്ടപതി എന്നിട്ടൊരു സിനിമ അത് ചെയ്തു. അങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഹരൻ സാർ ഇതൊക്കെ നോക്കി കാണുന്നുണ്ടായിരുന്നു പുറത്തു നിന്നും. കാരണം ഞാൻ ഈ വെള്ളം പിടിച്ചിട്ട് ഇങ്ങനെ കറങ്ങുന്ന ഇയാൾ കാണുന്നുണ്ട്, അദ്ദേഹം കാണുന്നുണ്ട്. അങ്ങനെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, താനോട് അന്ന് അപ്പോൾ വെള്ളത്തിൽ അത് പറയാൻ മറന്നുപോയി. വെള്ളം എന്ന സിനിമയിൽ ഒരു ക്യാരക്ടറുണ്ട്, തമ്പി എന്ന ക്യാരക്ടർ. അതായത് ഇപ്പോഴത്തെ അയാളൊരു കമ്മ്യൂണിസ്റ്റാണ്. അയാൾ ഒരു കമ്മ്യൂണിസ്റ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നൊരു ക്യാരക്ടറുണ്ട്. അപ്പോൾ അതിന് ഇവർ ആളെ കണ്ടെത്തിയിട്ടില്ല, അതിനൊരു നടനെ ഇവർ ഫിക്സ് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു ദിവസം എൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളിൽ വന്നിട്ട് പറഞ്ഞു, നാളെ ഷൂട്ടിങ്ങിനുള്ള ഒരു ആർട്ടിസ്റ്റിന് തമ്പി എന്നൊരു ക്യാരക്ടറുണ്ട്, അത് ഇതുവരെ സാർ അത് പറഞ്ഞിട്ടില്ല, ആരാണെന്നല്ല പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നാളെ ഷൂട്ടിംഗ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നേരെ സാറിൻ്റെ അടുത്ത് പോയി ചോദിച്ചു, നാളത്തെ ആ സീൻ തമ്പിയുടെ ക്യാരക്ടർ ആരെ ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ മെല്ലി ഇറാനിയാണ് ക്യാമറ നടത്തുന്നത്. മെല്ലി ഇറാനി വലിയ ക്യാമറമാനാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യു ആർ ഡൂയിങ് ഇറ്റ് എന്ന് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ പറഞ്ഞു, ഞാനോ? എനിക്ക് പറ്റില്ല. ഞങ്ങൾ തീരുമാനിച്ച് ചോദിച്ചു, നാളെ ഷൂട്ടിംഗ് വേണം. അപ്പോൾ അരൻ സാറ് പറയും, അല്ല ഞങ്ങളിപ്പോൾ നിങ്ങൾക്ക് പറ്റും ചോദിച്ചിട്ടാണ് ഞങ്ങളിപ്പോൾ നാളെ ഷൂട്ടിംഗ് വെച്ചിട്ടുള്ളത്. താനിപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞാലും ശരി, ഞാൻ ഒരിക്കലും എന്നെ വിട്ടേക്കെന്ന് പറഞ്ഞു. ഞാൻ അഭിനയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് മാറിക്കളഞ്ഞതാണ് ഞാൻ. പക്ഷേ ഇപ്പോൾ അതങ്ങനെ രണ്ട് മൂന്ന് പടങ്ങളായി കഴിഞ്ഞപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അരൻ സാർ എന്നോട് പറഞ്ഞു, ഞാൻ അന്ന് തന്നെ തൻ്റെ അടുത്ത് പറഞ്ഞത് അഭിനയിക്കാൻ പറ്റില്ല, അത് തനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ ഏതാണ്ടൊക്കെ ചെറിയ പടങ്ങളൊക്കെ പോയിട്ട് തൻ്റെ കാരിയർ നശിപ്പിക്കരുത്. ഞാനിപ്പോൾ ഒരു പടം ചെയ്യുന്നുണ്ട്, അമൃതം ഗമയ, MTയുടെ സ്ക്രിപ്റ്റാണ്. അതിലൊരു വില്ലൻ കഥാപാത്രമുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഒരു റിച്ച് വില്ലൻ, ഒരു മോട്ടോർ ബൈക്കൊക്കെ എടുത്ത് മീശൊക്കെ വെച്ച്, ക്യാപ്റ്റൻ രാജുവിൻ്റെ അനിയൻ, തിലകേട്ടൻ്റെ മക്കളിൽ ഒരാളായിട്ട്, അങ്ങനെ മോഹൻലാലാണ് നായകൻ. ആ ഒരു പടത്തിൽ വെച്ചാൽ. അപ്പോൾ എന്നോട് പറഞ്ഞു, തന്നെ ആദ്യം ഞാൻ താടി നിന്ന് വലിച്ചു കളയാൻ പറഞ്ഞു. അങ്ങനെ താടി വലിച്ചു കഴിഞ്ഞൊരു മീശൊക്കെ വെച്ചിട്ട്, അതാണ് എൻ്റെ. അതേ സമയത്ത് തന്നെയാണ് ആ സമയത്ത് തന്നെയാണ് ജോഷിയേട്ടൻ ന്യൂഡൽഹി എന്നൊരു സിനിമ വന്നു, മനസ്സിലായി. അപ്പോൾ അതിനിടയ്ക്ക് ഞാനൊരു 3 സിനിമ നായകനായിട്ട് ചെയ്തു. സൈമൺ പീറ്റർ നിനക്ക് വേണ്ടി എന്നൊരു സിനിമ ചെയ്തു, ഊഴം എന്ന സിനിമ ചെയ്തു, പിന്നെ വേറൊരു പടം കൂടി ചെയ്തു. അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഒരു നായക സ്ഥാനത്തേക്ക് വരാനായിട്ടൊക്കെ ഒന്ന് നോക്കി. പക്ഷേ അതൊന്നും കാര്യമായിട്ടൊന്നും വിജയിച്ചില്ല പടങ്ങൾ. അപ്പോഴാണ് ഇങ്ങനെ ഇത് വന്നത്. അങ്ങനെ ഈ ന്യൂഡൽഹി എന്ന പടത്തിൽ ഞങ്ങൾ ഡൽഹി പോയിട്ട് ആ ഒരു ഇത് ചെയ്തു. അത് ഭയങ്കര ഹിറ്റായല്ലോ. മമ്മൂട്ടിയുടെ റീബർത്ത് ആയിരുന്നു ആ പടം. അതിൽ എൻ്റെ ക്യാരക്ടർ ഭയങ്കരമായിട്ട് ആൾക്കാരെ അപ്രിഷ്യേറ്റ് ചെയ്തു. അങ്ങനെയാണ് ഞാൻ വില്ലനിലേക്ക് പോകുന്നത്. പക്ഷേ അതിനുശേഷവും പിന്നെ ഞാൻ അതിനുശേഷം നായർ സാബ് എന്നൊരു സിനിമ ചെയ്തു. അതും ഭയങ്കര വില്ലനാണ് അതിനകത്ത്. മമ്മൂട്ടി നായകൻ, ഞാൻ വില്ലനായിട്ട് അഭിനയിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഭരതേട്ടൻ്റെ മിന്നാമിനിങ്ങിനെ നുറുങ്ങോട്ടെന്നൊരു സിനിമ വന്നു. ഞാൻ ഈ ഭയങ്കര ക്രൂരമായിട്ട് വില്ലൻ ചെയ്തിട്ട് കാശ്മീരിൽ നിന്ന് ഫ്ലൈറ്റിൽ വന്ന് ഇറങ്ങിയിട്ട് പാർവതിയുമായിട്ടുള്ള പ്രേമരംഗം എടുക്കുക, ഇവിടെ ആലുവയിൽ വെച്ചിട്ടുള്ളത്. ഭയങ്കര കോൺട്രാസ്റ്റാണ്. അങ്ങനെയാണ് മന്ദം ഇതുവരെ എത്തി. അത് കഴിഞ്ഞിട്ടാണ്
എനിക്ക് തെലുങ്കിലാണ് പിന്നെ ആദ്യം പിന്നൊരു കിട്ടിയത്, പിന്നൊരു പടം തമിഴിനേക്കാൾ മുമ്പ് തെലുങ്കിലാണ് പടം. തെലുങ്കിൽ പോയതിന് മുമ്പ് അപ്പോൾ വീട്ടുകാർ ഇത് ആക്സെപ്റ്റ് ചെയ്തു, സിനിമയാണ്. അവർ അക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല. അതായത് പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് പറഞ്ഞ പോലെ അവൻ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടില്ല, അത് മതി എന്ന് പറഞ്ഞ് അച്ഛൻ. പിന്നീട് ഞാനൊരു സിനിമാ നടനായി വന്നപ്പോൾ അച്ഛന് വലിയ ഇഷ്ടപ്പെട്ടു. കാരണം അച്ഛൻ്റെ ജൂനിയേഴ്സൊക്കെ വന്നിട്ട് പറയും, നിങ്ങളുടെ മകൻ ഭയങ്കര സംഭവമാണ്, ഭയങ്കര സംഭവമാണ്, ഭയങ്കര വില്ലൻ. എങ്ങനെയിടവൻ തിരക്കേട്ടില്ല കേട്ടോ, അവൻ ആൾ ഭയങ്കര വില്ലനായിട്ട് മമ്മൂട്ടിയുടെ ഓപ്പോസിറ്റ്, മോഹൻലാലിൻ്റെ ഓപ്പോസിറ്റ്, സുരേഷ് ഗോപിയുടെ ഓപ്പോസിറ്റ് നിൽക്കുകയാണ്. അപ്പോഴാണ് അച്ഛൻ പറഞ്ഞു, അച്ഛന് തോന്നി വലിയൊരു സംഭവമാണെന്നാണ്. അച്ഛൻ്റെ ആ ഒരു സംഗതി ഞാനിപ്പോൾ ഓർക്കണമെന്നറിയാം. അച്ഛൻ്റെ ഓഫീസ്, അച്ഛൻ്റെ ഈ അയ്യന്തോളത്തെ സിവിൽ ലൈൻസിലാണ് അച്ഛൻ്റെ ഓഫീസ്. അച്ഛൻ ഒരു ദിവസം അച്ഛനെ കാണാൻ പോയപ്പോൾ അച്ഛൻ്റെ ഈ ലോ ബുക്സൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, ഇങ്ങനെ പിന്നിൽ അച്ഛൻ്റെ എല്ലാ വക്കീൽമാരും പിന്നിൽ കുറേ ലോ ബുക്ക് വെച്ചിട്ടുണ്ടല്ലോ, ഇങ്ങനെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ടാവും. അവർ വായിക്കാറൊന്നുമില്ല, എന്നാലും വെറുതെ അങ്ങനെ വെച്ചിട്ട് ഞാൻ വലിയ വക്കീലാന്ന് പറയേണ്ട അങ്ങനെ ആൾക്കാരുണ്ട്. അങ്ങനെ ഞാൻ കയറി കണ്ടപ്പോൾ, ഞാൻ ചെന്നപ്പോൾ ഈ പടം ഉണ്ടല്ലോ ഏകലേവ്യൻ എൻ്റെ മുടി കുറച്ച് ഇതായിട്ടുള്ള നിൽക്കുന്നൊരു ഒരു ഫോട്ടോ അച്ഛൻ ഈ ചില്ലാണ് അതിൻ്റെ അകത്തിങ്ങനെ വെച്ചിരിക്കുക, എൻ്റെ പടം. സത്യത്തിൽ വലിയ ഒരു സങ്കടം വന്നു എനിക്ക്. കാരണം ഇപ്പോഴും ഓർക്കുമ്പോഴും ഭയങ്കര സങ്കടമാണ്. കാരണം അച്ഛൻ, നമ്മുടെ അച്ഛന്മാരെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അച്ഛന്മാർ ഒരിക്കലും നമ്മളെ ഓപ്പണായിട്ട് സമ്മതിച്ചു തരില്ല. അപ്പോൾ ഞാൻ അന്തം വിട്ട് പോയി. കാരണം അച്ഛൻ്റെ മനസ്സിലുള്ള ഈ ദേവൻ എന്ന ആ മകൻ ഒരു സക്സസ് ആയിട്ട് പോകുന്നു എന്ന് കാണുമ്പോൾ അച്ഛൻ്റെ ആ ഒരു സന്തോഷവും സംതൃപ്തിയും ഒക്കെ ഉണ്ടല്ലോ, അതാണ് അതിനൊരു എക്സിബിറ്റാണ് അദ്ദേഹം അവിടെ വെച്ച് ആ ചില്ലുകൂട്ടിൽ എൻ്റെ ഫോട്ടോ വെച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? അതായത് ഇന്നും വളരെ നന്ദിപൂർവ്വം ഞാൻ ഓർക്കുകയാണ് അച്ഛൻ്റെ. അപ്പം ഞാനിങ്ങനെ ഷൂട്ടിങ് കഴിഞ്ഞ് വരുമ്പോൾ അച്ഛൻ ചോദിക്കും, ഞാൻ വരുന്നു ഇപ്പം ഏതാ കളി? അച്ഛൻ സിനിമ എന്ന് പറയില്ലേ, അച്ഛൻ പറയാ ഇങ്ങനെ ഗൗരവത്തിൽ, ഇപ്പം ഏതാ കളി? ഞാൻ പറഞ്ഞു, ഇപ്പോൾ നായർ സാബ് എന്നൊരു സിനിമ ചെയ്തിട്ടുണ്ട്. അതെന്താണ് അങ്ങനെ? അത് ഞാൻ പറഞ്ഞു, ആ സിനിമയുടെ പേരാണത്. ഓ, വേറെ ഏതെങ്കിലും കളി ഉണ്ടോ? ഞാൻ പറഞ്ഞു, വേറെ കിട്ടിയിട്ടില്ല, ചിലപ്പോൾ കിട്ടും. എന്നിട്ട് ഞങ്ങൾ ചെല്ലുമ്പോൾ അപ്പോൾ അച്ഛൻ്റെ അമ്മയൊക്കെ ഞങ്ങൾ ചെറുപ്പത്തിലെ സിനിമ കൊണ്ടും വലിയ ഇഷ്ടം സിനിമ കാണാനായിട്ട്. അപ്പോൾ അപ്പോൾ അമ്മ പറയാണ്, അച്ഛൻ എൻ്റെ സിനിമ കാണാൻ വരും. അച്ഛനും അമ്മയും എൻ്റെ പെങ്ങളും അനിയന്മാരെ കൂടിയിട്ട് ഈ സിനിമ കാണാൻ വരും. ക്ലൈമാക്സ് തുടങ്ങുമ്പോൾ അച്ഛൻ പറയും, ഞാനേ ഒന്നിങ്ങോട്ട് പോയിട്ട് വരട്ടെ. അച്ഛൻ അപ്പോൾ അമ്മ, നിങ്ങൾ ഇരിക്കുക കാണണ്ടേ? ഇല്ല, അവനെ കൊല്ലുന്നത് കാണാൻ ബുദ്ധിമുട്ടാണ്. അച്ഛൻ കഴിഞ്ഞിട്ട് പോവും. അപ്പോൾ അമ്മ പറയാ, അച്ഛൻ കഴിഞ്ഞിട്ട് പോയ പിന്നെ ഞാനങ്ങനെ ഇരിക്കാൻ പറ്റുക, അപ്പോൾ ഞാനും പോവും. അപ്പോൾ എൻ്റെ ക്ലൈമാക്സ് ഒന്നും ഇവരാരും കണ്ടിട്ടില്ല. അത് കാണാൻ പറ്റില്ലടോ എന്നൊക്കെ പറഞ്ഞു തരാം. അയാൾ അവസാനം ഇത് കഴിഞ്ഞാൽ പിന്നെ അവനെ കൊല്ലില്ലേ, കഷ്ടം. അങ്ങനെ അച്ഛന് വലിയൊരു ഫീലിംഗ്.